80കളുടെ തുടക്കത്തിൽ അക്കാലത്ത് കത്തി നിൽക്കുന്ന പി ലെനിൻ എന്ന സംവിധായകൻ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിന്റെ നായികയായി ആ സംവിധായകന്റെ മനസ്സിലുള്ളത് സാക്ഷാൽ ജയലളിതയാണ്. 1977 സിനിമാ ജീവിതത്തിൽ നിന്ന് ഇടവേള എടുത്ത് 3 കൊല്ലം ആവാറായി. ഒരു തിരിച്ചുവരവ് ഇതിലൂടെ ആവട്ടെ എന്ന വിശ്വാസത്തിൽ സംവിധായകൻ ജയലളിതയെ സമീപിച്ചു. തന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വർക്കുകളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് ജയലളിത ഓക്കെ പറയുന്നു. ശേഷം ഹീറോ ആരാണെന്ന് ജയയുടെ ചോദ്യത്തിന് ലെനിൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ഹീറോ ആയി ഞാൻ പരിഗണിക്കുന്നത് രജനീകാന്തിനെയാണ്. ഈ പറയുന്ന രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടോ പരിചയമോ ഇല്ലാത്ത ജയ സംവിധായകനോട് ഒരു വ്യക്തമായ സമ്മതം നൽകിയില്ല. പകരം ഈ പറയുന്ന നായകനെ നേരിട്ട് കാണണം, ശേഷം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. ഇതേ ആവശ്യം ലെനിൻ രജനീകാന്തിനോട് പറയുന്നു. സിനിമയിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിലുള്ള രജനി പുരട്ചി തലവയുടെ മദ്രാസ് പോയിസൺ ഗാർഡൻ എന്ന സ്ഥലത്ത് വേദനിലയം എന്ന ആഡംബര വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരു തുടക്കക്കാരൻ എന്ന പരിഗണന കൊടുത്തതുകൊണ്ടോ അതോ തന്റെ ഉള്ളിലെ അഹങ്കാരം പൊട്ടിമുളച്ചതുകൊണ്ടോ ജയ കാലിന്മേൽ കാല് കയറ്റിയാണ് രജനിയോട് സംസാരിച്ചത്. അല്പം ബഹുമാനക്കുറവെന്ന് തന്നെ വിലയിരുത്താം. പക്ഷേ രജനിയുടെ മെയിലീഗോ ജയ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന സുമുഖയായ യുവതിയും സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കാരിയും എന്ന പരിഗണന പോലും നൽകാതെ രജനിയും ഇരുന്നു. നല്ല സ്റ്റൈലായി കാലിന്മേൽ കാൽ കയറ്റി. തീർന്നില്ല, സംസാരം മുഴുമിച്ചു പോകാൻ എണീറ്റ ഉടനെ തന്റെ കീശയിലെ സിഗരറ്റ് എടുത്ത് നല്ല സ്റ്റൈലായി ജയയുടെ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കിറങ്ങി. മെയിൽ ഈഗോ എന്ന പോലെ ജയ എന്ന സൂപ്പർ നടിയുടെ ഈഗോയും അവിടെ വെന്ത് വെണ്ണീറായി എന്ന് സാരം. ശേഷം ജയ ലെനിനെ നേരിട്ട് വിളിച്ച് ഒരു കാരണവശാലും രജനിയെ താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് കട്ടായം പറഞ്ഞു. ശേഷം അന്നത്തെ ചോക്ലേറ്റ് ഹീറോ ആയ ശരത് ബാബുവിനെ ഹീറോ ആക്കി പടമെടുത്തു. നിർഭാഗ്യവശാൽ ആ പടം തവിടുപൊടിയായി തകർന്നു. അവിടെ തുടക്കം കുറിച്ചു രാഷ്ട്രീയ നേതാവിന്റെയും ഒരു സൂപ്പർ സ്റ്റാറിന്റെയും പകയുടെ കഥ. താൻ നേരിട്ട ആ അപമാനം ഒരുപക്ഷെ രജനിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോയി കാണില്ല. ഏറെക്കുറെ 12 വർഷം കടന്നുപോയി. 1991 തമിഴ്നാട്ടിലെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി ജയ ആരോഹണപ്പെട്ടു. അധികാരം കയ്യിൽ കിട്ടിയ ജയ യുദ്ധം തുടങ്ങും മുമ്പ് സ്റ്റൈൽ മന്നൻ യുദ്ധം തുടങ്ങി. 92 പി വാസു എന്ന സംവിധായകൻ രജനിയുടെ അടുത്തേക്ക് ഒരു സ്ക്രിപ്റ്റുമായി ചെല്ലുന്നു. പടത്തിന്റെ പേര് മന്നൻ. കഥ കേട്ടപ്പോൾ അതിലെ ഒരു കഥാപാത്രമായ വിജയശാന്തി അല്പ അഹങ്കാരമുള്ളതും തലക്കനമുള്ളതുമായ കഥാപാത്രമാണെന്ന് തോന്നി. ശേഷം രജനി മുൻകൈ എടുത്ത് അല്പം മിനുക്കുപണികൾ ചെയ്ത് പടം ഇറക്കി. വിജയശാന്തിയുടെ അഹങ്കാരി കഥാപാത്രം പടം കണ്ട എല്ലാവരും ജയയാണെന്ന് തോന്നി. അപ്പോഴേക്കും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലേക്ക് വളർന്ന ജയയ്ക്ക് ഇത്തരം കാരണങ്ങൾക്ക് മറുപടി ഓപ്പണായി നൽകാൻ സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ മനസ്സിൽ കുറിച്ചിട്ട പക അവസരം കിട്ടുമ്പോൾ എല്ലാം രജനിയോട് തീർക്കാം എന്ന് ജയ തീരുമാനിച്ചു. അവിടെ തീർന്നില്ല. ഒരു ഡെമി ഗോൾഡ് എന്ന നിലയിൽ വളർന്ന രജനി ജയവുമായി ഉണ്ടായ ബന്ധം വളരെ മോശമായത് 1996 വീരപ്പൻ എന്ന AIADMK നേതാവ് 91 ജയ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി. എന്നാൽ വീരപ്പൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. സാക്ഷാൽ MGR മുതൽ അക്കാലത്ത് കത്തി നിൽക്കുന്ന കമൽ രജനിയെ വെച്ച് വരെ ഒരുപാട് സിനിമ നിർമ്മിച്ചിട്ടുള്ള ആൾ. എന്നാൽ രജനിയെ വെച്ച് പടം നിർമ്മിക്കുന്നത് തലൈവി ജയയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ ഒരൊറ്റ കാരണത്താൽ ജയ വീരപ്പനെ ഭക്ഷ്യവകുപ്പിൽ നിന്ന് കന്നുകാലി സംരക്ഷണം എന്ന വകുപ്പ് കൊടുത്ത് തരം താഴ്ത്തി. ശേഷം വീരപ്പൻ 95 ഭാഷ എന്ന സർവകാല പണവാരി ചിത്രം രജനിയെ വെച്ച് നിർമ്മിച്ചു. 95 അതിന്റെ വിജയാഘോഷ വേളയിൽ സാക്ഷാൽ രജനി വീരപ്പനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ജയ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ശേഷം AIDMKയിൽ രജനിയുമായിട്ടുള്ള കൂട്ട് നിർത്തണമെന്ന് പ്രതിപക്ഷം ശക്തമാവുകയും ജയ വീരപ്പനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. AIDMK വീണ്ടും ഭരണത്തിൽ വന്നാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ജയലളിതയുടെ പാർട്ടിയെ ഇങ്ങനെയാണ് രജനീകാന്ത് അന്ന് രൂക്ഷമായി വിമർശിച്ചത്. ഇവിടെ മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു വേദിയിൽ ചെന്ന് പറയുകയാണ്, ഇനി പിണറായി വിജയന്റെ അല്ലെങ്കിൽ UDFന്റെ ഭരണം വന്നാൽ കേരളം കുത്തുപാള എടുക്കും. എന്താവും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്? ഇതേ 96 ശിവാജി ഗണേശനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്ന ജയയും മറ്റ് വിശിഷ്ട വ്യക്തികളും ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടി നടന്നു. അതിൽ രജനീകാന്ത് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിപാടി തുടങ്ങും മുമ്പ് സ്ഥലത്തെത്തിയ രജനി പക്ഷേ അകത്തേക്ക് കയറിയില്ല. കാത്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം വരാൻ. ജയയുടെ വണ്ടി വരുന്നെന്ന് കണ്ടാലുടൻ രജനി തന്റെ പുതിയ ഡിസൈർ കാറിന്റെ റൂഫ് മറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. താരരാജാവിനെ നേരിൽ കണ്ട ജനങ്ങൾ
മന്ത്രിയെ മറന്നു. അതിലൂടെ ജയയുടെ വാഹനം കടന്നു പോകാൻ അല്പം വൈകുകയും ചെയ്തു. തൊട്ടാൽ പൊള്ളുന്ന തമിഴ് രാഷ്ട്രീയം ചൂട് പിടിച്ചു തിളയ്ക്കാൻ തുടങ്ങി എന്ന് തന്നെ പറയാം. ആ സമയം മുഖ്യമന്ത്രിയായ ജയയ്ക്കും ജയയുടെ പാർട്ടിക്കും അത് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒരു ഇടിയായി എന്ന് തന്നെ പറയാം. ശേഷം 96-ലാണ് ആ മാസ് മൊമെന്റ് നടന്നത്. മനഃപൂർവ്വം തന്നെ രജനീകാന്തിനെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നൈ രാധാകൃഷ്ണൻ റോഡിൽ രജനിയുടെ കൂടാതെ മറ്റ് 2 വണ്ടികൾ പോലീസിനെ കൊണ്ട് തടഞ്ഞു വെച്ചു. കാരണം അന്വേഷിച്ച രജനിയോട് പോലീസ് പറഞ്ഞു, CM പോകുന്നുണ്ട് സാർ, അരമണിക്കൂർ കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ. കാര്യം മനസ്സിലായ രജനി, ഞങ്ങൾ 3-4 വണ്ടികളല്ലേ ഉള്ളൂ, ഒന്ന് കടത്തി വിട്ടൂടെ, പൊയ്ക്കൊള്ളാം, മുകളിൽ നിന്നുള്ള ഓർഡറാണ് സാർ, നടക്കില്ല. പോലീസിന്റെ മറുപടി, CMന്റെ കാർ അത്ര വലുതാണോ ഇത്രയും നേരം കൊണ്ട് കടന്നു പോകാൻ എന്ന് ഹാസ്യാത്മകമായി ചോദിച്ചുകൊണ്ട് തന്റെ കാറിൽ നിന്ന് രജനി ഇറങ്ങി അടുത്തുള്ള മുറുക്കാൻ കടയിൽ ചെന്ന് ഒരു 555 സിഗരറ്റ് വാങ്ങി. ശേഷം അവിടെ നിന്ന് പുക നുണയാൻ തുടങ്ങി. സ്ക്രീനിൽ കാണുന്ന തലൈവർ ഇതാ നിരത്തിൽ, ആരാധകർ കൂട്ടം കൂടി. ചെന്നൈ രാധാകൃഷ്ണൻ റോഡ് ഒരു പൂരപ്പറമ്പായി. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് അല്പം അപേക്ഷിച്ചിട്ടാണെങ്കിലും രജനിയെ കാറിൽ കയറ്റി ശേഷം കടത്തിവിട്ടു. വാർത്ത ജയയുടെ കാതിലെത്തി. അധികാരത്തിന്റെ ബലമുള്ളതുകൊണ്ട് തന്നോടും തന്റെ കുടുംബത്തോടും വ്യക്തിപരമായി ദേഷ്യം കാണുകയാണ് ജയ എന്ന് രജനിക്ക് മനസ്സിലായി. ഇനി ഇൻഡയറക്റ്റായി പരിപാടി ഇല്ല, കളി നേരിട്ട് എന്ന കണക്കെ 96 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജനി നേരിട്ട് പ്രതിപക്ഷമായ DMK ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തി. വളരെ ശക്തരായ DMKക്ക് നേരിട്ട് സപ്പോർട്ട് നൽകാതെ DMK അലയൻസ് ആയ തമിഴ് മാനില കോൺഗ്രസ് എന്ന പാർട്ടിക്ക് സപ്പോർട്ട് നൽകി. 96 റിസൾട്ട് AIDMKക്ക് ഞെട്ടിക്കുന്ന തോൽവി നൽകി. സിംപിളി രജനീകാന്ത് പവർ. 221 സീറ്റ് വിജയിച്ചു. DMK ഭരണത്തിൽ കയറിയപ്പോൾ TMC എന്ന രജനി സപ്പോർട്ട് ചെയ്ത പാർട്ടി നേടിയത് 39 സീറ്റ്. എന്നാൽ AIADMK നേടിയത് ആകെ 4 സീറ്റ്. നാണം കെട്ട തോൽവി. താൻ DMK സപ്പോർട്ട് ചെയ്യാത്തത് അവർക്ക് ആൾബലം ഉള്ളതാണ്. എന്നാൽ TMC എന്ന പാർട്ടിയെ കൊണ്ട് 39 MLA ഉണ്ടാക്കിയത് ഒറ്റ കാരണം, സൂപ്പർ സ്റ്റാർ രജനി ഫാക്ടർ. ജയയുടെ പക അവിടെ തീർന്നില്ല. AIDMK തകരാൻ പ്രധാന കാരണം രജനിയാണെന്ന് മുഖ്യധാരാ പത്രങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത് ജയയുടെ കർണത്ത് രജനി നൽകിയ അടിയുമാണെന്ന് വിശ്വസിച്ചു തമിഴ് മക്കൾ. ഇവരുടെ പക അവസാനിച്ചില്ല. 99-ൽ പടയപ്പ എന്ന സിനിമയിൽ രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരിയും രജനി ജയയ്ക്ക് നൽകിയ ഒരു അടിയാണ് ദൃശ്യമാധ്യമ രംഗം വിധി എഴുതി. എന്നാൽ 2001-ൽ അധികാരം തിരിച്ചു പിടിച്ച ജയ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് രജനിക്കും ലക്ഷക്കണക്കിന് വരുന്ന രജനി ആരാധകർക്കും ഉറക്കമില്ലാത്ത രാത്രി സമ്മാനിച്ചു. തന്റെ കരിയറിലെ തന്നെ ഹിറ്റ് ചിത്രമായ പടയപ്പയുടെ വിജയാഘോഷം പല സ്ഥലങ്ങളിലും AIDMK ബാൻ ചെയ്തു. 2001-ൽ വീണ്ടും മുഖ്യമന്ത്രിയായി വന്ന ജയ രജനിയുടെ ആരാധകരെ ഉന്നം വെച്ചുകൊണ്ട് അവർ നടത്തുന്ന പൊതുയോഗങ്ങളും മറ്റു ആഘോഷങ്ങളും വിലക്കി. വിശിഷ്ട പരിപാടികളിൽ നിന്ന് രജനീകാന്ത് എന്ന താരത്തെ ക്ഷണിക്കാതെ മാറ്റി നിർത്തി. രാഷ്ട്രീയ പ്രവേശം ഉന്നം വെച്ച രജനീകാന്തിനെ പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിച്ചു. പക്ഷേ ജയയുടെ പ്രഷർ ഇല്ലായിരുന്നുവെങ്കിൽ 90-കളുടെ അവസാനമോ 2000-ന്റെ തുടക്കത്തിലോ രജനി ഒരു പാർട്ടി തുടങ്ങി രാഷ്ട്രീയത്തിൽ സജീവമായനെ. ഒരു സിനിമയാക്കിയാൽ പടയപ്പയെ വെല്ലും ഈ ജയ രജനി ക്ലാഷ്. ജയയുടെ പോയ്സ് ഗാർഡനിലെ വീടിന് തൊട്ടടുത്താണ് രജനിയും വീട് വെച്ച് താമസിക്കുന്നത്. അന്ന് 1980-ൽ നടന്ന ആ അപമാനത്തിന് ഒരു പകരം വീട്ടിലായിട്ടാണ് രജനി ഇന്ന് പോയ്സ് ഗാർഡനിൽ താമസിക്കുന്നതെന്നും പറയപ്പെടുന്നു.